വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ UDF സ്ഥാനാർത്ഥിയുടെ പേര് മാറിയതായി ആക്ഷേപം. ഷാഫി പറമ്പിൽ എന്ന പേരിന് പകരം ഷാഫി പി എന്നാണ് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, എവിടെയാണ് ഇപ്പോൾ പേര് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് UDFന്റെ പരാതി? വിനീത, വടകര ലോക്സഭാ മണ്ഡലത്തിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന മൊകേരിയിലെ 96, 98 ബൂത്തുകളിലാണ് ഇപ്പോൾ ആക്ഷേപമായി ഇത്തരത്തിലൊരു സംഭവം ഉയർന്നിട്ടുള്ളത്. ഈ പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിപ്പിക്കുന്ന ലിസ്റ്റിൽ ഷാഫി പറമ്പിൽ എന്ന പേരിന് പകരം ഷാഫി പി എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു. ഇത് UDF ബൂത്ത് ഏജന്റുമാർ ചോദ്യം ചെയ്യുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അത് മാറ്റുന്നതിന് വേണ്ടി തയ്യാറായില്ല. പിന്നീട് ഇവർ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ, അതായത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം അസിസ്റ്റന്റ് പോളിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് ആയി ബന്ധപ്പെടുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ഇപ്പോൾ ആ പ്രശ്നത്തിനൊരു താൽക്കാലികമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ആ പേര് ഷാഫി പറമ്പിൽ നിന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് പല ബൂത്തുകളിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായതായിട്ടുള്ള ആക്ഷേപവും ഇപ്പോൾ UDF ഉന്നയിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഷാഫി പി എന്ന പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് മറ്റ് ബൂത്ത് ഏജന്റുമാരോട് ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്ത ഘട്ടത്തിലാണ് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു കാര്യമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത് എന്നാണ് UDF നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ആസൂത്രിതമായ രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ടർമാരെ പെട്ടെന്നൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള ആക്ഷേപം കൂടി UDFന്റെ ഭാഗമായി ഉയരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ 96, 98 ബൂത്തുകളിൽ പേര് മാറി രേഖപ്പെടുത്തിയത് ഇപ്പോൾ താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സംഭവം ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടതായാണ് UDFന്റെ നേതാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് റിട്ടേണിംഗ് ഓഫീസറെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പോളിംഗ് ഓഫീസറെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരാതിയായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.